ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂറോപ്പിൽ എങ്ങനെ ഒരു നേഴ്സായി ജോലി ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ യൂറോപ്പിലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് തന്നെയാണ്. അതുപോലെ ഞാൻ ചൂസ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് മാൾട്ടയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാനെങ്ങനെയാണ് മാൾട്ടയിൽ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ആയിരുന്നു, മാൾട്ടയിനെ കുറിച്ചുള്ള ഡൗട്ടുകളും മാൾട്ടയിലേക്ക് എങ്ങനെ വരാം എന്നും ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. അപ്പം അതിനുള്ള ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. യൂറോപ്പിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ യൂറോപ്പിലേക്ക് പോകണം, നല്ല ജോലി നേടണം, ഫാമിലിയെ നന്നായി നോക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെയാണ് മിക്കവരും തന്നെ നേഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആകണം എന്നൊരാഗ്രഹത്തോടെ ആയിരിക്കും എല്ലാവരും തന്നെ നേഴ്സിംഗ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാനും അതുപോലെ ചൂസ് ചെയ്തതാണ് നേഴ്സിംഗ്. അപ്പം മാൾട്ട പോലുള്ള ഒരു രാജ്യത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും മാൾട്ടയിലേക്ക് വരുന്ന നേഴ്സുമാർക്ക് ഇവിടുത്തെ ബ്രിഡ്ജിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ബ്രിഡ്ജിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ OET അല്ലെങ്കിൽ IELTS സ്കോർ ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ബ്രിഡ്ജിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മാൾട്ടയിലെ നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ നേടുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനായിട്ടാണ് നമുക്ക് IELTS അല്ലെങ്കിൽ OET സ്കോർ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രിഡ്ജിംഗ് കോഴ്സ്, അതായത് 6 മാസം തൊട്ട് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ബ്രിഡ്ജിംഗ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നോട് ഡൗട്ട് ചോദിച്ചവർക്കുള്ള ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം എന്നോട് ചോദിച്ചത് ഇവിടുത്തെ സാലറിയെ കുറിച്ച് തന്നെയാണ്. നമ്മളൊരു രാജ്യം തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടുത്തെ സാലറി നല്ലതായിരിക്കണം. നല്ല സാലറി പാക്കേജ് ഉള്ള രാജ്യത്തെ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മാൾട്ടയിലെ സാലറി, നേഴ്സുമാരുടെ സാലറി എന്ന് പറയുന്നത് അവരുടെ ഓവർ ടൈം, വീക്കെൻഡ് ഡ്യൂട്ടീസ് എന്നതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 2000 യൂറോ തൊട്ട് 3500 യൂറോ വരെയാണ് പൊതുവെ നേഴ്സുമാരുടെ സാലറിയായി വരുന്നത്. ഈ സാലറിയിൽ ഓരോ ഇതിലും വേരിയേഷൻസ് ഉണ്ടാവാറും ഉണ്ട്. OET സ്കോർ ഇല്ലാതെ മാൾട്ടയിലേക്ക് വന്ന ഒരു നേഴ്സാകാം എന്നുള്ള ഒരുപാട് പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മാൾട്ടയിലേക്ക് വരാൻ സാധിക്കുമോ, IELTS OET ഇല്ലാതെ തന്നെ ഒരു നേഴ്സായി ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസും എനിക്ക് ധാരാളമായി വരാറുണ്ട്. പക്ഷേ നമുക്ക് IELTS OET സ്കോർ ഇല്ലാതെ ഒരിക്കലും ഒരു നേഴ്സായി ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ നേടണമെങ്കിൽ ആദ്യം നമ്മൾ ബ്രിഡ്ജിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് IELTS OET സ്കോർ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയി അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IELTS OET സ്കോർ നമുക്ക് ആവശ്യമാണ്. സ്കോർ എന്ന് പറയുന്നത് ഓവറോൾ 6ഉം OETക്ക് സ്പീക്കിങ്ങിന് B+ഉം ബാക്കി മൊഡ്യൂൾസിന് C+ സ്കോറും ഉണ്ടായിരിക്കണം. ഓരോ രാജ്യത്തേക്ക് പോകണമെങ്കിലും ഓരോ എക്സാമുകൾ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മാൾട്ടയിലും. ഇങ്ങോട്ട് വരണമെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള മാൾട്ട സ്കോർ കരസ്ഥമാക്കിയിരിക്കണം. മാൾട്ടയിലേക്ക് ഡയറക്റ്റ് നേഴ്സായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുള്ള മെസ്സേജുകളും ഉണ്ട്. ഇവിടെ വന്നാലുടനെ ജോലി കിട്ടുമോ എന്നും എല്ലാവരും ചോദിക്കാറുണ്ട്. മാൾട്ടയിലേക്ക് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഒരു നേഴ്സായി വരാൻ സാധിക്കില്ല. ഒന്നുകിൽ നമ്മൾ ബ്രിഡ്ജിംഗ് കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് ബ്രിഡ്ജിംഗ് കോഴ്സ് എടുത്തതിന് ശേഷം ആ ബ്രിഡ്ജിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു നേഴ്സായി കയറാൻ നമുക്ക് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെയറർ വിസയിൽ വന്നതിന് ശേഷം കെയററായി ജോലി ചെയ്തുകൊണ്ട് തന്നെ ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്ത് നമുക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ചേരാനായിട്ട് സാധിക്കും. ഇനി സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ പാർട്ട് ടൈം ജോബ് നമ്മൾ സ്വന്തമായി കണ്ടുപിടിക്കണം. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വേണം നമ്മൾ പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ. അത് ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പം നമുക്ക് കിട്ടാം, കിട്ടാതിരിക്കാം. നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടെത്തി വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. അതൊക്കെ എന്ത് ജോലിയും ചെയ്യാം എന്നുള്ളവർക്ക് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ കിട്ടാറുമുണ്ട്. നേഴ്സുമാർക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ഡിപ്പെൻസ് പോലെ ഇരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എക്സ്പെൻസ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ല നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാകാം. അത് നമ്മുടെ ഡിപ്പെൻസ് ആയിരിക്കും. ഇനി എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയയ്ക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.